എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്റെ ജേർണി, ഞാൻ എന്താണ് ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് പറയുന്നത്. എന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള പോലെ തന്നെ ഞാൻ ജനിച്ചത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരുന്നു. എന്റെ അച്ഛനൊരു ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ് ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛന്റെ ബിസിനസ് തകർന്നു. അച്ഛന്റെ ബിസിനസ് തകർന്നിട്ട് വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ദാരിദ്ര്യമൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, ദൈവം അനുഗ്രഹിച്ച്. അമ്മ ടീച്ചറായിരുന്നു. അത്യാവശ്യത്തിലേറെ കുടുംബസ്വത്തുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നല്ലൊരു ശതമാനം വിറ്റ് ആണ് നമ്മുടെ ബിസിനസ്സുകളൊക്കെ, അച്ഛന്റെ കടങ്ങളൊക്കെ തീർത്തതും ബിസിനസിന്റെ ഒക്കെ കടങ്ങൾ മാനേജ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന വാക്കായിരുന്നു, നീ നന്നായിട്ട് പഠിക്കും. ഞാനാണ് മൂത്ത മകൻ, ഞങ്ങൾ 3 പേരാണ്. നീ നന്നായിട്ട് പഠിക്കണം, കുടുംബം നോക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം, നല്ല ജോലിക്കാരനാണ്. നാച്ചുറലി നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഇത് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം, നല്ല ജോലിക്കാരനാണ്. ഈ 3 ലക്ഷ്യത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നന്നായിട്ട് പഠിച്ചു. ഞാൻ പഠിച്ച സ്കൂളിൽ SSLCക്ക് പഠിച്ച സ്കൂളിൽ നമ്പർ 1 ആയിരുന്നു. പ്രീ ഡിഗ്രി ആയിരുന്നു അന്ന്, 10-11 അല്ല. പ്രീ ഡിഗ്രിക്ക് അത്യാവശ്യം ഉഴപ്പിക്കൊണ്ട് കുറച്ച് മാർക്ക് കുറഞ്ഞു. എന്നാലും 70%-75% മാർക്ക് കിട്ടി. ഡിഗ്രിക്ക് ഞാൻ പഠിച്ച വളരെ ഞാൻ കോളേജിൽ പഠിച്ച അതിനകത്ത് സെക്കൻഡ് ആയിരുന്നു. ഏകദേശം 88% മാർക്ക് വാങ്ങി. PGക്ക് പഠിച്ച സമയത്ത് നല്ല മാർക്ക് വാങ്ങി. ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടി. എനിക്ക് കിട്ടിയ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ നോക്കുവാണെങ്കിൽ ജൂനിയർ മാനേജ്മെന്റ് പോസ്റ്റിലാണ്. ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടിയ 22.5 വയസ്സിലാണ്. 22.5 വയസ്സിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? നമ്മൾ റിലാക്സ്ഡ് ആവും. 22.5 വയസ്സ് പോലെ 60 വയസ്സ് വരെ നീണ്ടു കിടക്കുക. എത്ര വർഷം? 37.5 വർഷം കിടക്കുക. അപ്പൊ എന്നോട് പറഞ്ഞ, ഞാൻ അന്ന് ഗുജറാത്തിലാണ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിലാണ്. അന്ന് നാട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്നെ ഈ നമ്മുടെ എഴുന്നള്ളത്തിന് ആനെ കൊണ്ടുപോകുന്ന എന്റെ അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ പല സ്ഥലത്തും കൊണ്ടുപോകും. കാരണം ഇവന് ഗവൺമെന്റ് ജോലി കിട്ടി 23-22 വയസ്സിൽ, സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്. അപ്പൊ ആദ്യം പറയുന്ന പെൻഷൻ ആകുന്ന സമയത്തൊക്കെ എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഇപ്പൊ നമ്മൾ 22.5 വയസ്സ് മുതൽ പെൻഷൻ ആകുന്ന സമയം വരെയാണ് നാട്ടുകാർ കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനത് വലിയ അതിശയമായിട്ട് കാണുന്നില്ല. കാരണം ഞാൻ PG ചെയ്ത് ഗുജറാത്തിലാണ്, ഞാൻ ജീവിച്ച ആ സമയത്ത് ഗുജറാത്തിലാണ്. ഗുജറാത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം ഗുജറാത്തിൽ പലപ്പോഴും പല ആൾക്കാർ ജോലിയെക്കാളും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലൊന്നാണ് ഗുജറാത്ത്. പോയിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവരും അവിടെ ഗുജറാത്തിയെ ചോദിച്ചാണെങ്കിൽ അവരോട് വിദ്യാഭ്യാസം ചോദിച്ചാൽ BCom പാസ് എന്ന് പ്രത്യേകം പറയും. BCom പാസ്സായെങ്കിൽ പ്രത്യേകം പറയും. BCom എന്ന് പറഞ്ഞാൽ പാസ്സായിട്ടില്ല എന്നർത്ഥം. പാസ്സായെങ്കിൽ എടുത്തു പറയും. പാസ്സാകേണ്ട വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അവിടെ ആരും കൊടുക്കാറില്ല. ഒരു ബിസിനസ് ആ സമയത്ത് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുക. ഞാൻ ആ ഒരു സാധനം കണ്ടതുകൊണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ച് ആ ജോലി വലിയ അപ്പീലിംഗ് ഒന്നും ആയിരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ ഒരു സ്ഥലത്ത് പോവുക, ശനി ഞായറും അവധിയായ സമയത്ത് അവിടെ ഇരുന്നിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ചെറിയൊരു ഗ്രാമമാണ് ആനന്ദ് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്. അപ്പൊ ഞാൻ ആ ചെയ്ത് മാറി. ഒരു ദിവസം എന്റെ ബോസ്, ഞാൻ ആ സമയത്ത് എല്ലാ മലയാളികളും ചെയ്യുന്ന പോലെ മലയാളി സമാജം, അതുപോലെ ചീട്ടുകളി, ഇങ്ങനെ ഓരോ പരിപാടി. കള്ളു കുടിക്കാനുള്ള സ്പേസ് ഇല്ല. തന്നെയല്ല ഞാൻ കള്ളു കുടിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ആ സ്ഥലം ഗുജറാത്തിൽ കള്ളു കുടിക്കാനുള്ള സ്പേസ് ഇതില്ല. കാരണം ഗുജറാത്ത് ഡ്രൈ സ്റ്റേറ്റ് ആണ്. ബാക്കി എല്ലാ കലാപരിപാടിയും, നാടകം, ഡാൻസ്, പാട്ട്, ചീട്ടുകളി ഇതെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ ഒരു ബോസ് എന്നോട് ഒരു ദിവസം ഒരു കാര്യം ചോദിച്ചു, നിന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണ്? അപ്പൊ നിങ്ങൾ ഈ മൈ ലൈഫിൽ വരുമ്പോൾ, നിങ്ങളുടെ ടീമിൽ വരുമ്പോൾ നിങ്ങളോട് ലീഡേഴ്സ് ചോദിക്കുന്ന പോലെ എന്റെ ബോസ് എന്നോട് ചോദിച്ചു, നിന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താ? ഞാൻ ആ സമയത്ത് ഒരു ലക്ഷ്യവും കണ്ടിട്ടില്ല. നാട്ടിൽ അവധിക്ക് പോകുമ്പോൾ അമ്മയും അച്ഛനും പറയുന്ന പെൻഷൻ ആകുമ്പോൾ കിട്ടുന്ന കഥകളെ കുറിച്ചാണ്. പെൻഷൻ ആകുക, നമ്മളെ ജോലി, കല്യാണം കഴിക്കണം, നാട്ടിൽ എവിടെയെങ്കിലും ചെല്ലണം, അല്ലെങ്കിൽ ഇവിടെ ചെയ്യണം, പെൻഷൻ ആകുക, ഇതല്ലാതെ ഒരു സ്വപ്നമില്ല. അപ്പൊ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഡോക്ടർ കുറുപ്പ് എന്ന വ്യക്തിയാണ്, മനോജ്, യു ഹാവ് മച്ച് ബെറ്റർ പൊട്ടൻഷ്യൽ ദാൻ ദിസ് ജോബ്. ഈ ജോലിയെക്കാളും നല്ല പൊട്ടൻഷ്യൽ നിനക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ ജോലിയിൽ നിന്ന് മാറുന്നതിനെ കുറിച്ച് ജീവിതത്തിൽ ആദ്യം ചിന്തിച്ചത് അങ്ങനെയാണ്. പിന്നെ ബാങ്കിലെ ടെസ്റ്റ് എഴുതി, ബാങ്കിൽ പാസ്സായി. ബാങ്കിൽ ജോലി കിട്ടിയില്ല. ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് ജോലി കിട്ടിയിട്ട് പോയില്ല. അടുത്ത ജോലി ബോംബെയിലേക്ക് പോയി. സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് എന്നുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സെമി ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. അവിടെ ടീം ലീഡറായിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് കുറെ നാൾ ചെയ്യുന്ന സമയത്ത് ഞാനൊരു മലയാളം മഖാരിയ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ കമ്പനി ലോയിഡ്സ് ഫിനാൻസ് എന്നുള്ളൊരു കമ്പനിയിൽ ഞാൻ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോലി ചെയ്തു. ആ സമയത്ത് എന്റെ സാലറി 1995 എന്റെ സാലറി 25,000 രൂപയും ഒരു കാറും ഒരു വീടുമാണ്. അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്താണ് 2000 അത് കഴിഞ്ഞ് സാലറി കൂടി 40,000 രൂപ സാലറി ആയി, കാറ് മാറി, AC കാറായി, വീട് മാറി, കുറച്ചൊരു എല്ലാം കമ്പനി സ്പോൺസേഡ് ആയിരുന്നു. 2000 ഞാൻ ഡയറക്ട് സെല്ലിംഗിൽ വരുന്നു, ആംബെ എന്നുള്ള കമ്പനിയിൽ കൂടെ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലിയിൽ അത്യാവശ്യം നല്ല നല്ല പോസ്റ്റുകളൊക്കെ കിട്ടി, നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ആയി. ആ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കല്യാണത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ജീവിച്ച് അത്യാവശ്യം പൈസയുണ്ട്, ജീവിതശതമുണ്ട്,
ഞാനന്ന് ദുബായിലെ ബിസിനസ്സും കൂടെ നോക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് 3 മാസം കൂടുമ്പോൾ ദുബായി പോകും. അപ്പൊ ഇത് ആര് കണ്ടാലും നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ട്. എനിക്കും കുറച്ച് അഹങ്കാരമൊക്കെ തോന്നി. നമുക്ക് അഹങ്കാരമൊക്കെ തോന്നുമ്പോൾ നമുക്ക് ചില തിരിച്ചടികൾ വരും. ഒരിക്കൽ ദുബായിൽ പോയ സമയത്ത് ചെറിയൊരു ആക്സിഡന്റ് വന്ന് 2 ഡിസ്ക് തെന്നിപ്പോയി. പോയ പോലെ തിരിച്ചു വരാൻ പറ്റിയില്ല. 45 ദിവസം രണ്ട് കാലിലും ട്രാക്ഷൻ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ 6 മാസം കട്ടിലേലായിരുന്നു. ആ സമയത്ത് എന്റെ നല്ലൊരു സുഹൃത്ത്, അദ്ദേഹം ആംബേയിൽ സക്സസ്ഫുൾ ആയിരുന്നു, ഡയറക്ട് സെല്ലിംഗ് സക്സസ്ഫുൾ ആയിരുന്നു. അദ്ദേഹം എന്നെ വന്ന് കണ്ടു പറഞ്ഞടാ, നീ 32ാമത്തെ വയസ്സിൽ നീ ഇങ്ങനെ കടന്നുപോയി, ജീവിതകാലത്ത് എഴുന്നേറ്റ് നടക്കുമെന്ന് പോലും നിനക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളെ സമാധാനിപ്പിക്കുക, നിനക്ക് എഴുന്നേറ്റ് നടക്കുമെന്ന് അറിയത്തില്ല, ഇങ്ങനെ പോയാൽ നിന്റെ അവസ്ഥ എന്താവും, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ. ഇതുവരെ ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും പവർഫുൾ ആയി നടത്തിയ ഫോളോ അപ്പ് ആയിരുന്നു. അന്ന് എനിക്ക് എല്ലാം മനസ്സിലായി. അന്ന് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കമ്പനി ജോയിൻ ചെയ്തു. അതിനകത്ത് ഡയമണ്ട് ആയി. അതിനെക്കുറിച്ച് ഇവരൊക്കെ പിന്നെ പറയാം. ആൻഡ് ദെൻ കേരളത്തിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ 2011 ഉണ്ടായി. 2011 അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് എനിക്ക് കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ വേറെ ഇതില്ലാത്തതുകൊണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലീവറിന്റെ നെറ്റ്വർക്ക് ഉണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലീവർ നെറ്റ്വർക്കിനകത്ത് എനിക്കൊരു ജോലി കിട്ടി. ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം ഇടയ്ക്കിടയ്ക്ക് ജോലി കിട്ടും. അവിടെ ജോലി കിട്ടി. അതിനകത്ത് നാഷണൽ ടീം ഹെഡായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ റിലേഷൻസിന്റെ ഹെഡായിട്ട് ഇന്ത്യ മുഴുവനുള്ള ചാർജായിട്ട് ജോലി കിട്ടി. 11 മാസം അവിടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഹിന്ദുസ്ഥാൻ യൂണിലീവർ നെറ്റ്വർക്ക് ചെയ്ത് വിജയിക്കാൻ പോകുന്നില്ല, അവർക്ക് അതിനുള്ള പരിപാടി ഇല്ലാന്ന് മനസ്സിലായി. അടുത്ത കമ്പനിയിലേക്ക് ഞാൻ പോയി. ആ കമ്പനിയുടെ പേര് നെക്സ്റ്റ് സ്ലൈഡ്. അതിലേക്ക് പോയത് സമി ഡയറക്ട് എന്നൊരു കമ്പനിയായിരുന്നു. ഇത് അവിടെ ഡെപ്യൂട്ടി സിഇഒ എന്നുള്ള പോസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു. ആ കമ്പനി ഞാൻ ജോയിൻ ചെയ്തപ്പോൾ 33 കോടിയായിരുന്നു. ആ കമ്പനി 100 കോടി എത്തിച്ചപ്പോൾ അതിന്റെ ത്രില്ല് പോയി. അങ്ങനെ അതിനകത്ത് വേറെ ചില മനസ്സിൽ കുറെ ആഗ്രഹങ്ങളൊക്കെ വന്നപ്പോൾ അത് വിട്ടിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇനി ഡയറക്ട് സെല്ലിംഗിന്റെ കരിയർ നിർത്തി എന്ന് പറയുന്ന സമയത്ത്, ഡയറക്ട് സെല്ലിംഗ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് വീട്ടിലിരിക്കാൻ തുടങ്ങി. ഈ കമ്പനിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇടുത്തി പോലെ എന്റെ മുന്നിലേക്ക് എന്റെ ഇപ്പോഴത്തെ ബിസിനസ്സിലെ സ്പോൺസർ ആയിട്ടുള്ള മുബീൻ മുഹമ്മദ് എന്നുള്ളൊരു വ്യക്തി വരുന്നു. അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എന്റെ പേര് മുബീൻ മുഹമ്മദ് ആണ്. അപ്പൊ അദ്ദേഹം ഫോൺ ചെയ്യുമെന്ന് എന്നോട് എന്റെ ബ്രദർ പറഞ്ഞിരുന്നു, ഇങ്ങനെ മുബീൻ എന്നൊരാൾ ചേട്ടനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയുന്നതിന് പകരം പറഞ്ഞത്, മുബീൻ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ നിർത്തി. അതൊരു മര്യാദ പോലും ഇല്ലാതെ രാത്രി 9:30 10 മണിക്കാണ് അദ്ദേഹം ഫോൺ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ്, എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ മിസ്റ്റർ മുബീൻ എന്ന് പോലും വിളിച്ചില്ല, മുബീൻ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളോട് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? അവന്റെ ഒരു ജാട എന്ന് പറഞ്ഞു. ഞാനാണ് എപ്പോഴും ഇപ്പൊ പോലും ഞാൻ വിളിക്കുമെന്ന് എനിക്ക് സംശയമാണ്. രണ്ടാമത് വിളിക്കാൻ തോന്നില്ല. പക്ഷെ ആ വ്യക്തി എന്നെ ഏറ്റവും കുറഞ്ഞൊരു 10 പ്രാവശ്യം എന്നെ വിളിച്ചു, പല കാരണങ്ങൾ പറഞ്ഞ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡയറക്ട് സെല്ലിംഗിന്റെ സാറൊരു വലിയ ആളാണെന്ന് കണ്ടിട്ട് വിളിക്കുന്നതാണ്, ഞാൻ ഡയറക്ട് സെല്ലിംഗ് സാറിനെ ചെയ്യിപ്പിക്കാൻ വിളിക്കുന്നതല്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് അവസാനം ഞങ്ങൾ തമ്മിൽ കണ്ടത് എന്റെ വീട്ടിൽ അദ്ദേഹം വന്നു. ഞാനും അയാൾ എറണാകുളത്ത് വെച്ച് കണ്ടു. ആ സമയത്ത് ഞങ്ങൾക്കത് ഞാൻ ഉഴപ്പി അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അദ്ദേഹം എന്റെ വീട്ടിൽ ഫാമിലി ആയിട്ട് വന്നു. ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു, സാറിന്റെ വീട് കൃത്യമായിട്ട് എവിടെയാ? ഞാൻ കോട്ടയത്ത് ഇപ്പോണ്ടൊന്ന് വരാൻ വേണ്ടി, എന്റെ ഫാമിലി ഉണ്ട്, നിസ്കരിക്കേണ്ട സമയമായി, വീട്ടിലോട്ട് നോമ്പുകാല, വീട്ടിലോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിച്ചു. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ വീട്ടിൽ വരണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എന്റെ വീട് പറഞ്ഞു കൊടുത്തു. 10 മിനിറ്റിൽ എന്റെ വീടിന്റെ മുമ്പിൽ വന്നു. പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് വെളുപ്പിനെ 3 മണിക്കാണ് പോയത്. പോയപ്പോ 35,000 രൂപ എന്നോട് മേടിച്ചിട്ടുണ്ടോ? 35,000 രൂപ കൊടുത്തു. ആ പുള്ളി പോകാൻ വേണ്ടി 35,000 രൂപ കൊടുത്ത, അല്ലാതെ ചെയ്യാൻ വേണ്ടി 35,000 കൊടുത്തല്ല. പക്ഷെ അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പല കാര്യം പറഞ്ഞു വന്നു. അപ്പൊ ഞാൻ അതെല്ലാം ഉഴപ്പി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ പിടിച്ചൊരു ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി മീനൊക്കെ മേടിച്ച് എന്ന് കഴിച്ചിട്ട് പറഞ്ഞു, നാളെ നമുക്ക്, ഇന്ന് വൈകുന്നേരം നമുക്ക് കോഴിക്കോട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഉഴപ്പി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല ചേട്ടാ, എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് BMW ആണ്, എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഒറ്റയ്ക്ക് കോഴിക്കോട് വരെ ഓടിക്കാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ ക്രൈസാന്ന് ആരോ അദ്ദേഹത്തിനോട് പറഞ്ഞു. BMW അല്ലേ, ഞാൻ ഓടിച്ചേക്കാന്ന് ഞാൻ കയറി വെറുതെ കോഴിക്കോട് വരെ വന്നു. അവിടെ വന്നപ്പോഴാണ് ഇതുപോലത്തെ മഹാരഥന്മാരൊക്കെ ഇരിക്കുന്നത്. അവര് ഭ്രമരം എന്നൊരു വലിയൊരു ഇവന്റിന്റെ പ്ലാനിങ്ങുമായിട്ട് ഇവരിയ്ക്കുന്നു. ഇവരുടെയൊക്കെ സ്പീച്ച് കേട്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി. പക്ഷെ അന്നേരം ഞാൻ മനസ്സിനോട് പറഞ്ഞു, ചെയ്യരുത് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഈ ഡയറക്ട് സെല്ലിംഗ് ഇറങ്ങാനുള്ള ഒരു സാധ്യത എന്റെ മനസ്സിൽ കാണുന്നില്ല. കാരണം ഡയറക്ട് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂട്ടറായി, നാഷണൽ ഹെഡായി, CEO ആയി, ഇനി അതിന്റെ അപ്പുറത്തേക്കില്ല. ഇനി താഴെ പോയി ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പിന്നെയും ജോയിൻ ചെയ്യണമെങ്കിൽ പിന്നെയും വണ്ടി ഒന്നുകൂടെ കറങ്ങണം ചക്രം. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ തീരുമാനമെടുത്തു, ചെയ്യണം എന്നൊരു തീരുമാനമെടുത്തു. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി നമ്മൾ ഇരുന്നാൽ നമ്മൾ സക്സസ്ഫുൾ ആകാനുള്ള എന്തെങ്കിലും ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തീരുമാനമെടുക്കും. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോയി നമ്മൾ ഇരുന്നാൽ നമ്മൾ സക്സസ്ഫുൾ ആകാനുള്ള എന്തെങ്കിലും ടെൻഡൻസി നമ്മുടെ ജീവിതത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തീരുമാനമെടുക്കും. നിങ്ങളെ ഈ ഹാളിനകത്തേക്ക് വിളിച്ചിരിക്കും, ഫംഗ്ഷൻ നടത്തി അതിനകത്ത് ആൾക്കാരെ കയറി, ഫംഗ്ഷൻ നടത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്.
ഈ ഫംഗ്ഷൻ ഇതുപോലൊരു ഫംഗ്ഷൻ നടത്തി വരുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, എല്ലാവരും വിളിച്ചു ഒരു ഫോൺ കോൾ അല്ലെ വാട്സാപ്പിൽ മെസ്സേജ് എല്ലാവരും വന്നു നടക്കുന്നു ഇങ്ങനെ. ഇത് ഈ ഒരു സാധനം പ്രിന്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അല്ലെ ഇതൊരു കോർഡിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നടത്തുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ അദ്ദേഹം ആ ഫംഗ്ഷനകത്ത് എന്നെ കൊണ്ട് ഇരുത്തി. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ബിസിനസിന്റെ ജീവനാഡിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രോസ്പെക്ട്, പുതുതായിട്ട് വരുന്ന ഗസ്റ്റ്, അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് വരാൻ താല്പര്യം ഉണ്ടാവില്ല. അദ്ദേഹം ചിലപ്പോൾ ഒരു മീറ്റിംഗിനെ കുറിച്ച് അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ കുറിച്ച് തന്നെ നെഗറ്റീവായുള്ള ചിന്താഗതി ആയിരിക്കും. പക്ഷെ ഇതുപോലൊരു മീറ്റിംഗിൽ 2, 3, 4 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളില് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു തീരുമാനം എടുക്കും. ഞാനും ആ തീരുമാനം എടുക്കും. ഏകദേശം 7 മാസം കഴിഞ്ഞ് നടക്കുന്ന ഭ്രമരം എന്നുള്ള ഇവന്റ് കോഴിക്കോട് തന്നെ നടന്നത് 2018 അത് തന്നെ 2017 ഇത് സംഭവിക്കുന്നത്. അപ്പൊ RTC ആയിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ സ്റ്റേജ് കാറ് കയറ്റാന്ന് പറഞ്ഞു. നമ്മൾ RTC ആകാൻ തീരുമാനം എടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബിസിനസ് തുടങ്ങിയിട്ടില്ല, RTC ആയിട്ട് സ്റ്റേജ് കയറാൻ തീരുമാനം എടുക്കുന്നു. പിന്നെ നടന്ന ചരിത്രമാണ്, ആ ഭ്രമരത്തിനകത്ത് RTC ആയിട്ട് 38 ലക്ഷം രൂപയുടെ കാറുമായിട്ട് ഞാൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ ആയെന്ന് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല, ആയിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ആ ഫെബ്രുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ഞാൻ ടിക്കറ്റ് എടുക്കുന്നു. ഭ്രമരത്തിന് ടിക്കറ്റ് വിതരണം മറ്റായിരുന്നു ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടുപോയ പുള്ളി എനിക്ക് കുറെ ടിക്കറ്റ് ഫ്രീ തരാതിരിക്കുകയല്ലോ എന്ന്. എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വരെ പൈസ എടുപ്പിച്ച് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്കിന്റെ ATM ചെന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വരെ കാശെടുത്ത് 1 ലക്ഷം രൂപ എന്നോട് പിടിച്ചു 1 ലക്ഷം രൂപയുടെ ടിക്കറ്റ് എന്നെ കൊണ്ട് ഈ എന്റെ അപ്ലൈൻ എടുപ്പിച്ചു. ആ ടിക്കറ്റ് എടുത്തതിന്റെ ദേഷ്യത്തിൽ ഞാൻ നേരെ പോയി തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് ഒരു ചെറിയ ടീം എന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട് ചെറിയ ടീം. അവരെ കൊണ്ട് 2 ബസ് ബുക്ക് ചെയ്യിച്ചു. ആ ബസ് ബുക്ക് ചെയ്ത് ആ തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാരോട് വന്നു, മലപ്പുറത്ത് പോയി ബിസിനസ്സിന് ആൾ വന്നു, വയനാട് ആൾ വന്നു. 400 പേരുമായിട്ട് ഭ്രമരത്തിൽ കയറി. ഞാൻ ആ സമയത്ത് RTC ആയിരുന്നു. 7 മാസം കൊണ്ട് RTC ആയി. പിന്നത്തെ ഫെബ്രുവരി മുതൽ ഡിസംബർ ആയപ്പം NTC ആയി. അടുത്ത വർഷം CTC ആയി. ഞാൻ പറയാനുള്ള കാര്യം, പിന്നെ കോവിഡ് വന്നു. കോവിഡിനിടയിൽ കൂടെ നമ്മൾ ITC ആയി. ഇപ്പം പ്ലാറ്റിനം എന്നുള്ള ലെവലിൽ നിൽക്കുന്നു. സോറി, അതന്നെ എമറോൾഡ് എന്നുള്ള ലെവലിൽ നിൽക്കുന്നു. പ്ലാറ്റിനത്തിന്റെ അടുത്തെത്തി നിൽക്കുന്നു.